ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവടയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പുവട നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യാം, ഗ്രീൻ പീസിൻ്റെ പരിപ്പ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തുവരപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യാം. ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ കടലപ്പരിപ്പ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ ഇതേപോലെ കുറച്ച് വലിയ സൈസിലുള്ള പരിപ്പാണ്. അപ്പോൾ 1 കപ്പാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഇതേപോലെ കുതിർത്താനായിട്ട് വെക്കണം. ഒരു 4 മണിക്കൂർ വയ്ക്കുമ്പോഴാണ് നല്ല പോലെ കുതിർന്ന് കിട്ടുക. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് അളവിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഏകദേശം 6-7 പരിപ്പോടെയൊക്കെയാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ അളവിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ചെയ്ത് നോക്കാം. നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കണം, വെള്ളം ഒട്ടും പാടില്ല. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം. സോ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണോളം പരിപ്പ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ചെറിയ ചുവന്ന ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ടിട്ട് കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. 1 മുളക് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞ് ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ഇടിച്ച മുളക്, ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അത് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ പരിപ്പ് അരച്ചെടുക്കാനായിട്ട് പോവാണ്. ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു പരിപ്പോടെ ഷേപ്പിലേക്ക് ആക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കുള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറിയ പീസുകളൊക്കെ ഇരുന്നോട്ടെ. ഒത്തിരി ഉണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇപ്പം ഞാൻ അരച്ചിട്ടുണ്ട്, മുഴുവനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല, ഇതേപോലെ വന്നാൽ മതി. അപ്പോൾ ഇതും കൂടി നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മിക്സിൽ ഞാൻ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക പാകത്തിനാണോ എന്ന്. ഉപ്പ് കൂടി പോകേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഞാൻ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒരു ബോൾ പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ പരിപ്പുവടയുടെ ഷേപ്പ് കിട്ടും. നടുക്ക് കുറച്ച് പൊങ്ങിയും സൈഡിലേക്ക് വരുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ആ ഒരു ഷേപ്പിലേക്ക് വരും. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് അല്ല കേട്ടോ ഇത്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പുവടയുടെ അതേ സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 7 എണ്ണം കിട്ടി കേട്ടോ. 6 വലിയ പരിപ്പുവടയും ഒരു ചെറിയ പരിപ്പുവടയും. ഇപ്പം ഞാനിതിൽ ഒരു ഫ്രൈങ് പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ചൂടായപ്പോൾ ഒരു തരി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് പൊങ്ങി വന്നത് കണ്ടോ. ആ പൊങ്ങി വന്ന സമയത്ത് ഞാൻ ഇതേപോലെ ബാക്കി പരിപ്പുവട ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 5 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി എണ്ണ ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഫ്രൈങ് പാനിലിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. അതുപോലെ ആദ്യം നല്ല മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ഇത് ചൂടായി വരുന്ന സമയത്ത് കുറച്ചൊന്ന് ലോ ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എന്നാലാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിയുടെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഗോൾഡനിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് കളർ മാറും. എന്നാൽ നല്ല ബ്ലാക്ക് കളർ ആവരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചമ്മന്തിയുടെ കൂടെ ഇതും കൂടി സെർവ് ചെയ്യാറുണ്ട്. അങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye bye. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.